അതേസമയത്ത് PSCയുടെ ചെയർമാൻ്റെയും മെമ്പർമാരെയും ശമ്പളം അടിക്കടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെയർമാന് ലേറ്റസ്റ്റായിട്ട് 4,20,000-25,000 രൂപ മറ്റാണ് മാസ ശമ്പളം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, വേറെ ഒരു പണിയെടുക്കണ്ട. കാലാവധി കഴിയുന്ന അന്ന് തന്നെ കൃത്യമായി ഗവൺമെൻറ് അക്കാര്യത്തിൽ വളരെ കർശനമായിട്ടുള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. എന്നാണോ കാലാവധി അവസാനിക്കുന്നത് അന്ന് കൃത്യം ആ സമയത്ത് തന്നെ റാങ്ക് ലിസ്റ്റ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം. എന്നാൽ ഒഴിവുകളില്ലാഞ്ഞിട്ടല്ല, ഉള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും കൊടുത്തിട്ടുള്ള നിർദ്ദേശം. കാരണം സർക്കാരിന് വലിയ സാമ്പത്തിക പ്രയാസമാണ്. ആ സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം കഴിയുന്നത്ര ഒഴിവുകളൊന്നും റിപ്പോർട്ട് ചെയ്യേണ്ട, ഒരു മെല്ലെ പോക്ക് നയം സ്വീകരിക്കാൻ സർക്കാർ തന്നെ അപ്രഖ്യാപിത ഉത്തരവുകൾ, പ്രഖ്യാപിത ഉത്തരവാണെങ്കിൽ കോടതിയിൽ ചോദ്യം ചെയ്യും. അപ്പോൾ അപ്രഖ്യാപിത ഉത്തരവുകൾ നൽകുന്നതിൻ്റെ ഫലമായി ഒഴിവുകളൊന്നും ഇപ്പോൾ ഡയറ്റിൽ മാത്രമല്ല മിക്ക ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതിന് പകരം ഒന്നുകിൽ ഡെപ്യൂട്ടേഷനിൽ ആളെ കൊണ്ടുവരിക. ഡയറ്റിലൊക്കെ അങ്ങനെയാണ് നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാത്ത ചില സ്ഥാപനങ്ങളിൽ ഡെയിലി വേജസിന് ആൾക്കാരെടുക്കും, ഒരു പോകുന്ന പോക്കിലങ്ങ് സ്ഥിരപ്പെടുത്തിയിട്ട് പോവുക. അതാണ് ഇപ്പോൾ സ്ഥിരപ്പെടുത്തുന്ന ഏർപ്പാട്. ഇപ്പോൾ ഡെയിലി വേജസുകാരെ സ്ഥിരപ്പെടുത്തുന്ന പ്രക്രിയയാണ് പല ഡിപ്പാർട്ട്മെൻറ്റുകളും നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലാണെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളുടെ മുമ്പിലാണെങ്കിലും എല്ലാം ഇന്ന് കാണുന്ന സമരങ്ങൾ ഇതിനൊരു പൊതു സ്വഭാവമാണ്. അതായത് PSC റാങ്ക് ലിസ്റ്റ്, അതേസമയത്ത് PSCയുടെ ചെയർമാൻ്റെയും മെമ്പർമാരെയും ശമ്പളം അടിക്കടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെയർമാന് ലേറ്റസ്റ്റായിട്ട് 4,20,000-25,000 രൂപ മറ്റാണ് മാസ ശമ്പളം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, വേറെ ഒരു പണിയെടുക്കണ്ട. 4,25,000 രൂപ ഒരു മനുഷ്യന് ജീവിക്കാവുന്നതിൻ്റെ ഇരട്ടി സൗകര്യങ്ങളാണ്. മെമ്പർമാർക്കാണെങ്കിൽ 3,45,000 മറ്റാണ് മെമ്പർമാരുടെ ശമ്പളം. ഇത്രയും ശമ്പളം കൊടുത്ത് ഈ ഉദ്യോഗസ്ഥന്മാരെ തീറ്റിപ്പോറ്റി ഇവർ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി ആ റാങ്ക് ലിസ്റ്റിനെ നിഷ്കരുണം വലിച്ചെറിയുന്ന സമ്പ്രദായമാണ് ഇപ്പോൾ എല്ലായിടത്തും കാണാൻ കഴിയും. മാത്രമല്ല, ഇപ്പോൾ പഠിപ്പിക്കേണ്ടവരാണ് പ്രൊഫസർമാരും ലെക്ചർമാരും എന്നൊക്കെ പറഞ്ഞാൽ അതിന് പകരം വേറെ ആരെങ്കിലും കൊണ്ട് പഠിപ്പിച്ചാൽ പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ ഉണ്ടാവും. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി വിദ്യാഭ്യാസ മേഖല ഒരു തകർച്ചയുടെ വക്കിലാണ്. ഞാൻ മറ്റൊന്നും കൊണ്ട് രാഷ്ട്രീയമായിട്ട് പറയുന്നതല്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം യൂണിവേഴ്സിറ്റികളെ തന്നെ അവസ്ഥ എന്താ. കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി. പണ്ട് തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി, പിന്നെ തിരുക്കൊച്ചി യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി. കഴിഞ്ഞ 4 കൊല്ലമായിട്ട് വൈസ് ചാൻസലറില്ല, സ്ഥിരം VC-മാരില്ല. യൂണിവേഴ്സിറ്റിയുടെ സ്ഥിതി അതാണെങ്കിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഏതാണ്ട് ഇത് തന്നെയാണ് സ്ഥിതി. ആകെ ഇപ്പോൾ പറയുന്നത് ഉച്ചക്കഞ്ഞിക്ക് പകരം കുറേ വിഭവങ്ങൾ മെനു ഉണ്ടാക്കി എന്ന്, അതിലും ഭക്ഷണമൊന്നുമില്ല, മെനു മാത്രമേ ഉള്ളൂ. കുട്ടികൾ മെനു നോക്കി വെള്ളം ഇറക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാൻ സർക്കാർ തയ്യാറാവാതെ കോടിക്കണക്കിന് രൂപ, ഇപ്പോൾ ഒരു ഡയറ്റിലെ ലെക്ചർമാരെ വയ്ക്കാൻ നേരത്ത് പറയും കാശില്ല എന്ന് പറയും. എന്നാൽ ഇല്ലാത്ത മേനി നടിച്ച് എത്ര ഫ്ലക്സ് ബോർഡുകൾ വയ്ക്കുന്നുണ്ട് നാട്ടിൽ മുഴുവൻ. KSRTC ബസ്സിലൊന്നും കയറാൻ നിവൃത്തിയില്ല, ഒക്കെ ഒരേ ചിത്രമാണ്. FM റേഡിയോ തുറന്നാലും ഇപ്പോൾ പാട്ട് കേൾക്കാനില്ല. കാരണം സർക്കാരിൻ്റെ സ്തുതിഗീതങ്ങൾ പാടി ഒരു പാട്ടിന് 10 പരസ്യമാണ് ഇപ്പോൾ. ഇതിനൊക്കെ കാശുണ്ട്, പക്ഷേ ടീച്ചർമാർക്ക് കൊടുക്കാൻ കാശില്ല. ഡയറ്റിലെ ലെക്ചർമാരെ വയ്ക്കുമ്പോൾ അതിന് പറയുന്ന സാമ്പത്തിക പ്രയാസം. ഇതിനൊക്കെ എതിരായിട്ടാണ് പാവം ഉദ്യോഗാർത്ഥികൾ ഇന്ന് എല്ലാ ഫീൽഡിലും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ മാത്രമല്ല, ഡയറ്റ് മാത്രമല്ല, ഞങ്ങളൊക്കെ ഇപ്പോൾ ദിവസേന സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലും മറ്റ് ഓഫീസുകളുടെ മുമ്പിലൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ. പക്ഷെ ഇതൊന്നും പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, വെറും തള്ള് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഏതായാലും 2 ആഴ്ച കഴിഞ്ഞാൽ ഇലക്ഷൻ പ്രഖ്യാപനം വരികയാണ്. പുതിയ ഗവൺമെൻറ് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ സജീവ പരിഗണനയുണ്ടാകും എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ സമരം അല്പം കഷ്ടപ്പെട്ടുകൊണ്ടാണെങ്കിലും നിങ്ങൾ ഈ സമരം നടത്തുന്ന സമരം അന്തിമമായി വിജയിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർണ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീത